ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ബ്രോസ് കുക്കിംഗ് ഫയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സ്ലൈസ്ഡ് ചീസ് ആണ്. കടയിൽ നിന്ന് വാങ്ങുന്ന ഏകദേശം ടേസ്റ്റിൽ കിട്ടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ. ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തണേ. വീഡിയോയിലേക്ക് പോയാലോ? ചീസിന് വേണ്ടി 1/2 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. പാൽ തിളപ്പിച്ച് എടുക്കരുത്. കുടിക്കാൻ ആവശ്യമായ ഒരു ചെറിയ ചൂട് മതി. ചെറിയ ചൂടാക്കി പാലെടുത്തിട്ടുണ്ട്. നന്നായി തിളപ്പിച്ചെടുത്താൽ ചീസ് ഹാർഡായി പോവും. ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. പാൽ പിരിഞ്ഞിട്ടില്ല, ഒരു ടേബിൾ സ്പൂൺ കൂടി ചേർക്കാം. എനിക്കിതേപോലെ പിരിഞ്ഞു വരാൻ 2.5 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് അരിച്ചെടുക്കാം. നന്നായി ഡ്രെയിൻ ചെയ്യുകയൊന്നും വേണ്ട. ഇനി ഇത് മിക്സിയുടെ ജാറിൽ ഇട്ട് അരിച്ചെടുക്കാം. ഇപ്പോൾ കുറച്ച് തരിയുണ്ട്, അതുകൊണ്ട് അരിച്ചെടുത്ത വെള്ളത്തിൽ നിന്ന് 4 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് ഒന്നും കൂടി അടിച്ചെടുക്കാം. ഇപ്പോൾ നല്ല ക്രീം പോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ആവശ്യമായുള്ളത് 1 ടേബിൾ സ്പൂൺ ജലാറ്റിൻ ആണ്. $10 ഗ്രാം ആണ്. ഒരു ബൗളിൽ ഇട്ട് കൊടുക്കാം. ഒരു കപ്പ് പാൽ വേണം. പാലിൽ നിന്നും 3 ടേബിൾ സ്പൂൺ ജലാറ്റിൻ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. 5 മിനിറ്റ് സോക്ക് ചെയ്യാം. ഇനി ക്രീം ചീസ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കി പാൽ ക്രീം ചീസിലേക്ക് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യാം. ഇനി സോക്ക് ചെയ്തു വെച്ച ജലാറ്റിനും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് ചൂടാക്കിയെടുക്കണം. പാല് തിളപ്പിച്ചെടുക്കരുത്, പിരിഞ്ഞു പോകും. ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം. 2 പിഞ്ച് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഒരു യെല്ലോ കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഓപ്ഷണലാണ് ഇത്. ബട്ടർ മെൽറ്റ് ആവുന്നത് വരെ ചൂടാക്കിയാൽ മതി. ബട്ടർ മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചീസ് സെറ്റാക്കേണ്ട ട്രേയിൽ ബട്ടർ ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി ചൂടോടെ തന്നെ ഈ മിക്സ് നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതേപോലത്തെ ഒരു പാത്രത്തിലും ബാക്കി വന്നത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വെക്കാം. മൂന്ന് മണിക്കൂറെങ്കിലും സെറ്റാവാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെക്കണം. 3 മണിക്കൂറിന് ശേഷം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ബ്രെഡ് സ്ലൈസ് പോലെ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ വെക്കുന്ന പാത്രത്തിലേക്ക് ബട്ടർ ഗ്രീസ് ചെയ്യുന്നത് നല്ലതാണ്. ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ ഓരോ പീസിൻ്റെയും അടിയിൽ ബട്ടർ പേപ്പർ വെക്കണം. കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റ് തന്നെയായിരുന്നു. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഒരു നല്ല വീഡിയോ ആയി വരുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.